കെ എസ് അരുൺകുമാർ, ഷബിൻ വർക്കി, അഡ്വക്കേറ്റ് സുരേഷ് എന്നിവർ ചർച്ചയിൽ. ഞാൻ ആദ്യം അരുൺകുമാറിലേക്ക് പോകുന്നു. അരുൺകുമാർ, എൻ്റെ ഇൻട്രോയിലുള്ള താങ്കളുടെ വിയോജിപ്പുകൾ പറഞ്ഞോളൂ. അതോടൊപ്പം താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അന്ത്യക്രിസ്തുവിൻ്റെ ഇന്ത്യ അല്ല, കുതന്ത്രത്തിൻ്റെ ഇന്ദ്രാണ്. അക്ഷരത്തെറ്റാണ്, സ്വാഭാവികമാണ്, അത് തിരുത്തണം താങ്കൾ. പക്ഷേ അത് ക്രിമിനൽ കൃത്യങ്ങൾ ഗൂഢാലോചന നടത്താനുള്ള ലൈസൻസ് അല്ല. സത്യം KSU നേതാവിന്റെ സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമായതിനാൽ ഇപ്പോൾ സംഭവ ദിവസത്തെ കോൾ വിവരങ്ങൾ മാത്രം പുറത്തുവിടുന്നു, ബാക്കി വിവരങ്ങൾ പിന്നീട്. ഈ CDR താങ്കൾ കിട്ടിയത് എവിടെ നിന്നാണ്, ശ്രീ കെ അരുൺകുമാർ? ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. സാധാരണ മാധ്യമ പ്രവർത്തകർ സോഴ്സ് വെളിപ്പെടുത്താറില്ലല്ലോ. ഞാനും പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു മാധ്യമ പ്രവർത്തകനാണ്. സോഴ്സ് ചോദിക്കുന്നത് പ്രൊഫഷന്റെ ഭാഗമായി അഭിഭാഷകനാണ്, മാധ്യമ പ്രവർത്തകനുമാണെന്ന് വെച്ചോളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഒരു നിയമപരമായ കാര്യം ചോദിച്ചോട്ടെ. പോലീസിന്റെ പക്കലുള്ള CDR ചോർത്തുന്നത് നിയമവിരുദ്ധമാണോ ശ്രീ കെ അരുൺകുമാർ? പോലീസിന്റെ ഭാഗത്ത് CDR ആരും ചോർത്തിയിട്ടൊന്നുമില്ല. ഇത് CDR കിട്ടിയത് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് തന്നെ ഹാജരാക്കിയ അല്ല. ഞാൻ ചോദിച്ചല്ലോ, നിങ്ങൾ സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ, അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമികത ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ. ഇൻട്രോയ്ക്കുള്ള താങ്കളുടെ എതിർപ്പ് പോലീസ് സ്റ്റേഷനിൽ കയറി മോട്ടിച്ചോ, കോടതിയിൽ കയറി മോട്ടിച്ചോ, എങ്ങനെ കിട്ടി? നിങ്ങൾ ഇങ്ങനെ ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ശ്രീ കെ അരുൺകുമാർ? അതൊക്കെ താങ്കളുടെ പണിയാ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. പിന്നെ എവിടെ കിട്ടിയെന്ന് പറ. താങ്കളുടെ പണിയാണ്. താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ കിട്ടിയെന്ന് പറ. താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ ഒന്ന് കിട്ടിയെന്ന് ഒറ്റ വാക്ക് പറ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി ചില പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് എന്ത് കോടതിയിൽ നിന്ന് കിട്ടിയോ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നത്? കോടതിയിൽ നിന്ന് കിട്ടിയോ? ആർക്ക് പേടിയെന്നേ? ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ല നിക്ക് പറയൂ അല്ല 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 ഇത് നിങ്ങൾ ചർച്ച നടത്താനാണോ ഇന്ന് വിളിച്ചിരിക്കുന്നത്? ഉണ്ടാക്കാനാണോ? തയ്യാറാണ്. അതായത് ഞാൻ എന്റെ പോസ്റ്റിന്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന കോൾ ഷീറ്റ്, ആ കോൾ ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കോള് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകയുടെ ഫോണിലേക്കോ ആ ഫോണിൽ നിന്ന് പോയതോ അല്ല എന്ന് നിങ്ങൾക്ക് കേസില്ലല്ലോ. കേസില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെന്ന് പറയല്ലേ സർ? കേസില്ല എന്ന് മാത്രം വിളിച്ചൊന്ന് ഞങ്ങൾ പറയുകയല്ലേ? ശ്രീ കെ എസ് അരുൺകുമാർ പണ്ട് പല മാധ്യമപ്രവർത്തനം വിളിച്ചതുപോലെ, SFIക്കാർ വിളിക്കുന്നത് പോലെ, ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ അവിടെ പാളയം സംസമിന് മുന്നിലാണെന്ന് SFI സംസ്ഥാന നേതാക്കൾ പറയുന്നത് പോലെ, ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത് വരണേ എന്ന് SFIയുടെ ജില്ലാ നേതാക്കൾ പറയുന്നത് പോലെ വിളിച്ചിട്ടുണ്ട് KSUക്കാർ. ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല. എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം, പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട, കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയും വരെ പബ്ലിക് ഡൊമൈൻ അല്ലാത്ത ഒന്ന് വക്കീൽ ഓത്തെടുത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ധൈര്യമുണ്ടെങ്കിൽ പറയാം ശ്രീ കെ അരുൺകുമാർ, ഇല്ലേ ഞാൻ കേസ് വിട്ടു. ഒരു ധൈര്യക്കുറവുമില്ല. അതായത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ, ആ രേഖകൾ പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുത്താൽ കിട്ടും. ഇല്ല സാർ, അത് പ്രതിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു കക്ഷിയോ അല്ലാത്ത പുറത്തേക്ക് താങ്കൾക്ക് കിട്ടുന്നത്? അല്ല, നിങ്ങളെ ആശങ്കപ്പെടേണ്ട. പ്രതിക്ക് സമൻസ് കിട്ടും, പ്രതിക്ക് വിവരങ്ങൾ കിട്ടും. ആ സമയത്ത് പ്രതിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കോപ്പിക്ക് അപേക്ഷ കൊടുത്താൽ കിട്ടും. താങ്കൾക്ക് വേണമെങ്കിലും അതൊക്കെ കിട്ടിക്കോളും. 10 ഫോൺ കോൾ വെച്ചിട്ട് മൂക്കി കയറ്റുമെന്നാണോ അരുണിന്റെ വിരട്ടൽ, CPMന്റെ വിരട്ടൽ, സർക്കാരിന്റെ വിരട്ടൽ? പോയി പണി നോക്കാനേ. അല്ല, ഞാൻ അങ്ങനെ വരട്ടില്ലല്ലോ. അല്ല അല്ല കെ എസ് അരുൺകുമാർ, താങ്കൾ അപേക്ഷ കൊടുത്തെടുത്താണോ? എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? അല്ല, താങ്കൾ അപേക്ഷ കൊടുത്തെടുത്താണോ? താങ്കൾ അപേക്ഷ കൊടുത്തെടുത്താണോ? നിങ്ങൾ എന്തിനാ അത്ര വിറക്കണത്? എന്തിനാ താങ്കൾ CDR അപേക്ഷ കൊടുത്തെടുത്തതാണോ അരുണേ? നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, നാണമുണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ? നിനക്ക് ഗുരുണ്ട് പോകൂടാ. അഭ്യാസം കയ്യിലിരുന്നാ മതി. മാറ്റി വെച്ചിട്ട് നിയമവിരുദ്ധ പണി നടത്ത്. അല്ല, എനിക്ക് എന്റെ അഭിഭാഷക വൃത്തിക്ക് താങ്കളുടെ ലൈസൻസ് വേണ്ട.
അപേക്ഷ കൊടുത്താണോ CDR എടുത്തത്? അഭിഭാഷക വൃത്തിക്ക് അപേക്ഷ കൊടുത്താണോ അരുൺകുമാർ ആ CDR എടുത്തത്? അപേക്ഷ കൊടുത്താണോ താങ്കൾ ആ CDR എടുത്തത്? അപേക്ഷ കൊടുത്താണോ കോടതിയിൽ നിന്ന് താങ്കൾ ആ CDR എടുത്തത് അരുൺകുമാർ? ഉത്തരം പറ. അത് പറയേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞോളാം. എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ട അടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ച. പോകാം. അരുൺകുമാർ അപേക്ഷ കൊടുത്തിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു. ഏറ്റെടുക്കുന്നോ? അരുൺകുമാർ അപേക്ഷ കൊടുത്തിട്ടില്ല, ഞാൻ വെല്ലുവിളിക്കുന്നു. ഏറ്റെടുക്കുന്നോ? നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അപേക്ഷ കൊടുത്തു. എന്നാ അപേക്ഷ കാണിക്കും. അപ്പുറത്തുള്ളവൻ വെല്ലുവിളിച്ചാലും വെല്ലുവിളി ഏറ്റെടുക്കും. അപേക്ഷ കാണിക്കും. വെല്ലുവിളി ഏറ്റെടുക്കും. അല്ല, ഒച്ചെടുക്കില്ല. നമുക്ക് സർട്ടിഫൈഡ് കോപ്പിയാണോ സാർ എടുത്തത്? സർട്ടിഫൈഡ് കോപ്പിയാണെങ്കിൽ താങ്കൾ എടുത്തത് സർട്ടിഫൈഡ് കോപ്പിയാണെങ്കിൽ ഊരും പേരും ഇല്ലാത്തൊരു CDR എന്തിനാണെന്ന് FB ഇടുന്നത്? താങ്കൾ കോടതിയിൽ നീട്ടി സർട്ടിഫൈഡ് കോപ്പി ഇടാമല്ലോ. ഊരും പേരും ഇല്ലാത്ത സൈബർ ലിങ്കിന് ഒരു മാധ്യമപ്രവർത്തകയെ എറിഞ്ഞു കൊടുക്കുന്ന ഈ ഉടായ്പകൾ കാണിക്കുന്നത് എന്തിനാണ്? പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ അടക്കം ഇത് പുറത്തുവിട്ടല്ലോ. അന്നേരം ഒന്നും നിങ്ങൾക്ക് ഈ വികാര പ്രകടനം ഇല്ലല്ലോ. അടക്കം പുറത്തുവിട്ടപ്പോ നിങ്ങൾക്ക് വിഷമമില്ലല്ലോ. പാർട്ടി ചാനൽ അതല്ലേ? ഏത് ചാനൽ ആയിക്കോട്ടെ. പാർട്ടി ചാനലും നിങ്ങളും സർക്കാരും പോലീസും ചേർത്ത ഗൂഢാലോചന അതാണ്. അല്ലാതെ 10 കോൾ വിളിച്ചല്ല ഗൂഢാലോചന. സംസാരിക്കാൻ അനുവദിക്കുമെങ്കിൽ അനുവദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിക്കുക. നല്ല പറയൂ, താങ്കൾ പറയൂ. അതാണ് ഗൂഢാലോചന പറയായിരുന്നു ഞാൻ. ഇന്റർവെല്ലിന്റെ ഭാഗമായി താങ്കൾ 5 മിനിറ്റ് പ്രസംഗിച്ചല്ലോ. അല്ല, പാർട്ടി ചാനലും ഞാൻ ഈ ചർച്ചയിൽ തുടരണമെങ്കിൽ നിങ്ങൾ ഇടപെടരുത്. ഒരല്പം മട്ടുണ്ടല്ലേ? താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കൂ. ഒരു ഗൂഢാലോചനയും അല്ല. നിങ്ങൾ അല്ല ഹാഷ്മി, നിങ്ങൾ 5 മിനിറ്റ് പ്രസംഗിച്ചു ആദ്യം. ഞങ്ങൾ ആരും അതിൽ ഇടപെട്ടില്ല. നിങ്ങളുടെ ഇൻട്രോ, അതിനുശേഷം ചോദ്യവും ഉത്തരവും നിങ്ങൾ തന്നെ പറയരുത്. നിങ്ങൾ ഈ 10-20ഓളം കോളുകൾ 2 ദിവസമായി വിളിച്ചില്ല എന്ന് നിങ്ങൾക്ക് പരാതിയില്ല. കോൺഫറൻസ് കോൾ ഇട്ട് ഈ കേസിലെ 4 പ്രതികളുമായിട്ട് സംസാരിച്ചു എന്നതിൽ നിങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾ വിളിച്ചില്ല എന്ന് കേസില്ല. പച്ചക്കള്ളം പറയുകയാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ധൈര്യമുണ്ടോ കോൺഫറൻസ് കോളിൽ? പറയട്ടെ മിസ്റ്റർ. പറയൂ. അല്ല മിസ്റ്റർ, ഞാൻ പറയട്ടെ. പറയൂ. അല്ല, ഞാൻ പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ ഓരോ പറയാൻ അനുവദിക്കില്ലാതെ പിന്നെ എന്ത് മര്യാദയുടെ? പറയൂ. നിങ്ങളുടെ കയ്യിലുണ്ട് ചാനൽ, നിങ്ങളാണ് ആങ്കർ, നിങ്ങളാണ് ഈ ചർച്ച നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രസംഗിച്ചാൽ പോരെ? 1 മണിക്കൂർ താങ്കൾ പറഞ്ഞോളൂ. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകയെ സൈബർ ലിഞ്ചിങ്ങിന് ഇട്ടു. അല്ല, CPM-ന്റെ പ്രതിനിധി മര്യാദകേട് കാണിച്ചു വന്നിരിക്കണം. ശരിയല്ലല്ലോ. ഞാൻ എന്ത് മര്യാദകേടാ കാണിച്ചത്? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. ഒരു മാധ്യമപ്രവർത്തകയെ ഞാൻ പറയാം മര്യാദകേട്. ഒരു മാധ്യമപ്രവർത്തകയെ സൈബർ കാളികൂളി സംഘത്തിന്, ഹൂളിഗൻ സംഘത്തിന് വേട്ടക്കിട്ട് കൊടുത്തു ശ്രീ KS അരുൺകുമാർ. മര്യാദകേടാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ ഒരിക്കലും അതൊരു മര്യാദകേടല്ല. എന്നിട്ട് ഞാൻ പറയാം സത്യസന്ധമായിട്ടുള്ള വരും. ഞാൻ എഴുതിയിരിക്കുന്ന വാചകം സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണെന്നതാണ്. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. അതായത് ആ ഫോണിൽ നിന്ന് പോയ കോളുകളും അതിലേക്ക് വന്ന കോളുകളും ടൈം വെച്ച് എത്ര മിനിറ്റ് സംസാരിച്ചു എന്ന് വെച്ച് അത് ഇൻകമിംഗ് കോളാണോ ഔട്ട്കമിംഗ് കോളാണോ എന്ന കൃത്യമായി രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇട്ടത്. സത്യം തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. ആ സത്യം നിങ്ങൾക്ക് ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൽ വെറുപ്പ് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സത്യം അവിടെ നിന്നോട്ടെ. നിങ്ങളുടെ സാമർത്ഥ്യത്തെക്കാൾ വലുതാണ് ആ സത്യം. പിന്നെ ഞാൻ പറയാം, മുഖ്യമന്ത്രിയുടെ റിവൈസ്ഡ് യാത്രാ ഡീറ്റെയിൽസ് പോയത് ഈ മാധ്യമ പ്രവർത്തകയുടെ ഫോണിൽ നിന്ന് അതിന്റെ 1-ാം പ്രതിക്ക് പോയിട്ടുണ്ട്. അത് ഇന്നലെ വെളിപ്പെടുത്താത്ത കാര്യമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അവസാനത്തെ 10-12-2023 യാത്രാ ലിസ്റ്റ് ഈ മാധ്യമ പ്രവർത്തകരുടെ ഫോണിൽ നിന്നാണ് 1-ാമത്തെ പ്രതി. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് പല വഴികളില്ലേ? പല വഴികൾ മൊത്തം മാധ്യമപ്രവർത്തകർക്ക് പോലീസ് കൊടുക്കുകയാണോ? അരുണേ, അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? നിങ്ങൾ ചോദിക്കേ. അങ്ങനെ പോലീസിന് പുറത്താക്കുന്നേ. അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നോക്കിക്കോളും. ഹാഷ്മി ചാനലിലെ ജഡ്ജിയല്ലേ, അല്ലാതെ പോലീസിന്റെ ജഡ്ജി അല്ലല്ലോ. പോലീസിനോട് ജഡ്ജി അല്ലല്ലോ, ചാനലിലെ ജഡ്ജിയല്ലേ. അതൊക്കെ പോലീസ് എല്ലാ സുരക്ഷാ വഴികളും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയാണെങ്കിൽ പോലീസിനോട് വേറെ പണിയെടുക്കാൻ പറയാറുണ്ട്.
ശ്രീ അരുൺകുമാർ. അല്ല, ഇതൊക്കെ നിങ്ങൾ തന്നെ നോക്കണ്ടല്ലോ. പോലീസ് അന്വേഷിക്കേണ്ടത് പോലീസ് അന്വേഷിച്ചോളും. നിങ്ങളുടെ വികാര പ്രകടനം എനിക്ക് മനസ്സിലാവും. ഇതിനു മുമ്പും ഞാനിത് കണ്ടിട്ടുണ്ട്. പണ്ട് മറ്റേ കിഴക്കമ്പലത്തെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളുടെ ചർച്ചകൾ വന്നപ്പോഴും ഇതേ ചാനലിൽ ഇരുന്ന് ഞാൻ കേട്ടതാണിത്. സത്യം പുറത്തു വന്നപ്പോഴുള്ള വികാര പ്രകടനം ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ നിയമപരമായി നേരിടുക. നിങ്ങൾ എന്തിനാ നിയമത്തെ ഇത്ര ഭയപ്പെടുന്നത്? പുറത്തു വന്ന വിവരങ്ങളെ ഇത്ര ഭയപ്പെടുന്നത്? ഫേസ്ബുക്കിൽ പോസ്റ്റിൽ വന്നു എന്നതുകൊണ്ട് വലിയ പ്രശ്നം. അതൊക്കെ കുരുത്തതല്ലേ? ഇതൊക്കെ വഴിയിൽ വെച്ച് കാണാം, നിങ്ങൾക്ക് നേരിടാം. അല്ല 10 കോളല്ലേ ശ്രീ കെ എസ് അരുൺകുമാർ? നിങ്ങൾ പറഞ്ഞ 10 കോൾ ഞാൻ പറഞ്ഞോട്ടെ 20 50 കോളാവട്ടെ 50 കോളാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഗവർണർക്കെതിരെ SFIയുടെ കരിങ്കൊടി പാളയം സംസം ഹോട്ടലിന് മുന്നിലാണ് കരിങ്കൊടി പ്രകടനം നടത്തുമെന്ന് പറയുന്ന SFI സംസ്ഥാന നേതാവിന്റെ പേര് ഞാൻ പറയണോ? മാധ്യമപ്രവർത്തകരെ വിളിച്ചോളൂ, സംസ്ഥാന പേര് ഞാൻ പറയണോ? അരുണേ, അന്വേഷിക്കോ? CDR എടുക്കോ? SFI സംസ്ഥാന നേതാക്കളുടെ CDR എടുക്കോ? താങ്കളുടെ സംസ്കാരം താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തതുകൊണ്ടാണ് CDR പുറത്തിറക്കാത്തത്. ജനങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ട്. അയക്കെന്തര പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. സർ, താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് SFI നേതാക്കളുടെ പേരുകൾ ഇവിടെ പറയാത്തത്. എന്നെ നാവിൻ തുമ്പിലുണ്ട് ശ്രീ കെ എസ് അരുൺകുമാർ. SFIയുടെ CDR എടുക്കോ? ഇനി പോട്ടെ, അവിടെ എയർപോർട്ടിലേക്ക് പോയി അവിടെ ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഗവർണർ കരിങ്കൊടി കാണിച്ചു. SFI നേതാക്കൾ മാധ്യമപ്രവർത്തകരെ ആവർത്തിച്ച് വിളിച്ച് പറഞ്ഞു കരിങ്കൊടി അവിടെയാണ്. CDR എടുക്കോ? ഇതുപോലെ എന്താണ് ആനമണ്ടൻ സാധനങ്ങൾ വകുപ്പുകൾ അടിച്ചു കൊടുക്കോ SFI നേതാക്കൾക്ക്? നിങ്ങൾ അതിര് കിടക്കുന്നു. ഈ ഷൂ എറിയുന്ന അക്രമ സംഭവം എങ്ങനെയാണ് ഈ ഇവിടെ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിക്കുന്ന അന്വേഷണത്തിൽ ഈ ഹാഷ്മിക്ക് എന്താ കാര്യം? നിങ്ങൾ പോലീസിന്റെ ലൈസൻസ് ആക്കിയിട്ടുണ്ടോ? ഇൻട്രോയുടെ ഭാഗമായി അത് ജനങ്ങൾ ശരി അതൊക്കെ ആയിക്കോട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? അത് വേവുന്ന സ്ഥലത്ത് വേവിച്ചാൽ മതി. ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? ഇങ്ങോട്ട് എടുക്കണ്ട. ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് താങ്കൾ പല മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ടില്ലേ? ശ്രീ കെ എസ് അരുൺകുമാർ ഇല്ലെന്ന് പറ, ഞാൻ തെളിയിക്കാം. അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താം. ഇത്രയും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് അരുൺകുമാർ മാധ്യമപ്രവർത്തകരെ ഫോണിൽ വിളിച്ചിട്ടില്ലേ? മാധ്യമപ്രവർത്തകരോട് പുച്ഛോ? മാധ്യമപ്രവർത്തകരോട് പുച്ഛോ അരുൺകുമാറിന്? അരുൺകുമാറിന് പ്ലാൻ ചെയ്തതിൽ മാധ്യമപ്രവർത്തകർക്ക് ഏതെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ് വിളിച്ച മാധ്യമപ്രവർത്തകർ നമ്പർ വേണോ? ശ്രീ കെ എസ് അരുൺകുമാർ, മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ച കെ എസ് അരുൺകുമാറിന് പുച്ഛോ? മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ച ശ്രീ കെ എസ് അരുൺകുമാറിന് മാധ്യമപ്രവർത്തകരോട് പുച്ഛോ? താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ് ശ്രീ കെ എസ് അരുൺകുമാർ. താങ്കളുടെ അജണ്ടയ്ക്ക് വേണ്ടി താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ്. എന്നിട്ട് നിങ്ങൾക്ക് പുച്ഛോ മാധ്യമപ്രവർത്തകരോട്? അന്തസ് വേണോടാ, അന്തസ്. പുച്ഛമല്ലേ? നിങ്ങൾക്കാണ് പൊള്ളുന്നത്. വെല്ലുവിളിക്കാവോ? ശ്രീ കെ എസ് അരുൺകുമാർ വെല്ലുവിളിക്കാവോ? ശ്രീ കെ എസ് അരുൺകുമാർ എന്നെ വെല്ലുവിളിക്കാവോ? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കൾ വിളിച്ച മാധ്യമപ്രവർത്തകരാണെന്ന് വെല്ലുവിളിക്കാവോ? ഞാൻ പറഞ്ഞുതരാം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് താങ്കൾ സ്ഥാനാർത്ഥിയാകുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ലോബിംഗ് നടത്തിയിട്ടുണ്ട്. ഒരു സംശയമില്ല. എന്നിട്ട് മാന്യം ചമയും. എന്നിട്ട് മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറി മാന്യം ചമയാൻ ശ്രമിക്കുന്നു അരുൺകുമാർ. സൗഹൃദത്തിന്റെ പുറത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. പോട്ടെ, കൂട്ടാനും റീച്ച് കൂട്ടാനും വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ മത്സരം, കെട്ട മത്സരം ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് കാശ്മീരുടെ അഭ്യാസം കൈവശം വെച്ചാൽ മതി. വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ? താങ്കൾ തൃക്കാക്കര ബൈ ഇലക്ഷനിൽ താങ്കളെ പാർട്ടി മാറ്റി നിർത്തിയതാണ്. എന്തിനാണ് മാധ്യമങ്ങളോട് ലോബിംഗ് നടത്തിയത് ശ്രീ കെ എസ് അരുൺകുമാർ? അങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മാധ്യമങ്ങളെ ലോബിംഗ് നടത്തിയ കെ എസ് അരുൺകുമാറിന് മാധ്യമങ്ങളോട് പുച്ഛം അല്ലേ? നിയമപരമായി നിങ്ങൾ
നിയമപരമായി എന്തിനാണ് ഇത്ര നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നത്? നിയമപരമായി ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു കേസ് വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്ത് പേടിയെന്ന്? ഒരു പേടിയില്ല സർ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ സാർ, ഒരു പേടിയുമില്ല. ഇതിലും വലിയ ആ കേസിലെ പ്രതികളെ ഞാൻ പറയുന്നത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആ കേസിലെ യഥാർത്ഥ പ്രതികൾ, നിങ്ങൾ ഈ വകുപ്പ് ചേർത്ത് യഥാർത്ഥ പ്രതികൾ വൈകുന്നേരം ആയപ്പോഴേക്കും കോടതിയിൽ ജാമ്യം കിട്ടിപ്പോയി. ഏതാണ്? ഷൂ എറിഞ്ഞ് മുഖ്യമന്ത്രിയെ കൊല്ലാൻ നോക്കിയ പ്രതികൾ ഈ പറഞ്ഞ വൈകുന്നേരം ആയപ്പോൾ ജാമ്യം കിട്ടി ഇറങ്ങിപ്പോയി. അതിന്റെ ബാക്കി തുടർച്ചയിൽ വിനീതക്കെതിരെ വരുന്ന കേസിലാണോ അങ്ങ് തൂക്കിക്കൊല്ലാൻ പോന്നെ? കൊല്ലട്ടെ, നമുക്ക് നോക്കാം. അരുൺ, നിങ്ങൾ അതിനെ നിയമപരമായിട്ട് നേരിടൂ. നിങ്ങൾക്ക് സമൻസ് കിട്ടുമ്പോൾ നിയമപരമായി നേരിടൂ. അത് തന്നെയല്ലേ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അതല്ലേ പറയുന്നത്. അതിന് നിങ്ങൾ ഈ വെല്ലുവിളി നടത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഈ 1.5 മിനിറ്റുള്ള ഇൻട്രോ ഇത്ര ആക്രോശിക്കേണ്ട കാര്യമുണ്ടോ? നുണപ്രചരണം നടത്തേണ്ട കാര്യമുണ്ടോ? നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അവസരമുണ്ടല്ലോ. അരുണിന്റെ നേതൃത്വത്തിലാണ് നുണപ്രചരണം. ഇവിടെ വിഷ്വൽ എടുക്കൂ എന്ന് വിനീത പറയുന്നതിനെ ചുണ്ടനക്കമാക്കി ആ വിഷ്വൽ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു ഷൂ എറിയൂ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ അധമ സൈബർ കള്ളപ്പടയാണ്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. ഗീബൽസ് പോലും തലയിൽ മുണ്ടിട്ട് നാണിച്ചോടി നിങ്ങളുടെ പ്രൊപ്പഗാണ്ട മെഷീൻ കണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ സാർ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ഞങ്ങൾ നോക്കിക്കോളാം. അത് ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷേ വ്യാജ പ്രചരണം നടത്തിയത് അരുൺകുമാറും സംഘവുമാണ്. വ്യാജ പ്രചരണം നടത്തിയ അരുൺകുമാറിന്റെ കൂട്ടാളികളായ സൈബർ ഗുണ്ടകളുമാണ്. അത് പോട്ടെ, നിയമമൊക്കെ അവിടെ നിൽക്കണം. നിയമമൊക്കെ പിന്നെ നോക്കാം. ഇവിടെ കള്ളപ്രചരണം താങ്കൾ എനിക്ക് നേരെ ആരോപിക്കുകയാണോ? ഇവിടെ കള്ളപ്രചരണം താങ്കൾ എനിക്ക് നേരെ ആരോപിക്കുകയാണോ? വിവരങ്ങൾ ജനങ്ങൾ അറിഞ്ഞതിലുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടാണ്. ഇവിടെ കള്ളപ്രചരണം താങ്കൾ എനിക്ക് നേരെ ആരോപിക്കുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകയുടെ വിഷ്വൽ എടുക്കുക എന്ന് പറയുന്ന ആ ദൃശ്യം എടുത്തു വെച്ച് അതിന്റെ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞ് അതിലെ ഷൂ എറിയുന്ന ഗ്രാഫിക്സ് കയറ്റി പ്രചരിച്ചത് നിങ്ങളുടെ സഹാക്കളായ കള്ളന്മാരാണ്. പരസ്പരമായിട്ടുള്ള നുണപ്രചരണം നടത്തുകയാണ്. പച്ചക്കള്ളം പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നു. ഒരു സാഹചര്യമില്ല. പച്ചക്കള്ളം പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നു. മാധ്യമ പ്രവർത്തകരെ സ്വകാര്യ ആവശ്യത്തിന് പല ആവർത്തി വിളിച്ച അരുൺകുമാറിന്റെ മാധ്യമങ്ങളോട് പുച്ഛോ? തെളിവുകൾ പുറത്തു വന്നപ്പോ സത്യസന്ധമായ തെളിവുകൾ പുറത്തു വന്നപ്പോ നിങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ 1 മണിക്കൂർ മാറ്റിവെച്ച ആക്ഷേപ മാത്രം ഉന്നയിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ബാധ്യം മനസ്സിലാകും. മിസ്റ്റർ ഹാഷ്മി, ഇതൊക്കെ ജനങ്ങൾ ഇത് കാണുന്നതല്ലേ? ചാനലുകളുടെ കിടമത്സരവും മത്സരവും ഏഷ്യാനെറ്റിൽ സമാനമായ ഒരു കേസ് എടുത്തു അഖിലാനന്ദകുമാർ. ഓർമ്മയുണ്ടോ കേസ്? എങ്ങനെ നിങ്ങൾക്ക് ഏഷ്യാനെറ്റിൽ സമാനമായ ഒരു കേസ് അഖിലാനന്ദകുമാർ ക്രൈംബ്രാഞ്ച് കട്ടക്ക് നോക്കി ആ കുട്ടിയെ പ്രതി ചേർക്കാൻ ഒരു തെളിവും ചുക്കും കിട്ടിയില്ല. കേസെടുത്ത് തോട്ടിലെറിഞ്ഞു കോടതി. മറ്റുള്ളവർക്ക് കിട്ടിയില്ല. കേസെടുത്ത് തൊട്ടയിലിട്ട് കോടതി. പിന്നെയും കൊണ്ടുവരുന്നോ പിത്തലാട്ടം? പ്ലാൻ ചെയ്തു. പിന്നെയും കൊണ്ടുവരുന്നോ പേടിപ്പിക്കൽ? പിന്നെയും കൊണ്ടുവരുന്നോ വിരട്ടൽ? കയ്യിൽ വെച്ചാൽ മതി എന്നേ. അല്ല, ഞാൻ നോക്കട്ടെ. കയ്യിൽ വെച്ചാൽ മതി വിരട്ടൽ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.